ഞാനൊരു ഘോരവനത്തിന് നടുവിലാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഈ വനം ഒരു ക്ഷേത്രത്തിനുള്ളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇതാണ് ആലുവ കടുങ്ങല്ലൂർ പഞ്ചായത്ത് എടയാർക്കരയിൽ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മണപ്പുഴ നരസിംഹസ്വാമി ക്ഷേത്രം. ചരിത്രവും വിശ്വാസവും ഒരുമിക്കുന്ന ദിവ്യ സാന്നിധ്യമാണ് ഈ നരസിംഹസ്വാമി ക്ഷേത്രം. ബ്രഹ്മാവിന്റെ വരം ലഭിച്ച ഹിരണ്യകശിപുവിനെ സന്ധ്യാസമയത്ത് വധിച്ച ശേഷം ലക്ഷ്മി ദേവിയോടൊപ്പം പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന നരസിംഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രഹ്ലാദൻ 21 നമസ്കാരം ചെയ്ത് ഭഗവാനെ വണങ്ങിയതിന്റെ ഓർമ്മ ഇന്നും തിരുവോണം നാളിലും എല്ലാ വ്യാഴാഴ്ചകളിലും ഭക്തർ ഇവിടെ 21 പ്രദക്ഷിണം നടത്തുന്നു. ഇരുവശത്തു നിന്നും പ്രവേശിക്കാവുന്ന നേരെയല്ലാത്ത നടകളുള്ള കേരളത്തിലെ അപൂർവ നരസിംഹ ക്ഷേത്രം കൂടിയാണ്. ടിപ്പു സുൽത്താന്റെ കാലത്ത് നഷ്ടമായ കൊടിമരം ഇന്നും ഇവിടുത്തെ പുഴയിൽ ഉണ്ടെന്നാണ് വിശ്വാസം. ഇവിടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഭഗവതി പുഴയെ അഭിമുഖമായി വാഴുന്നു. ഇന്നും കോഴിപ്പള്ളി മനയുടെ കീഴിൽ പൂജകൾ നിർവഹിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഭക്തിയുടെയും പാരമ്പര്യത്തിന്റെയും മഹത്തായ അടയാളമായി നിലകൊള്ളുന്നു. അപ്പോൾ ഇത്ര മനോഹരമായി ഒരു വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്കും എത്തിച്ചേരാവുന്നതാണ്. ലൊക്കേഷൻ മറക്കണ്ട, കടുങ്ങല്ലൂർ പഞ്ചായത്ത് എടയാർക്കരയിൽ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മണപ്പുഴ നരസിംഹസ്വാമി ക്ഷേത്രം. ഉഗ്രമൂർത്തിയായി നിലകൊള്ളുന്ന നരസിംഹസ്വാമിയുടെ കോപം ശമിപ്പിക്കാൻ നേരെ ദർശനമായി ഒരു ദേവീക്ഷേത്രം ഇവിടെ നിലകൊള്ളുന്നു. അതാണ് ഇരവികുളങ്ങര ദേവീക്ഷേത്രം.